ഫ്രണ്ട്സ്, നമ്മളിന്ന് എ ആൻഡ് ദ ആണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നതാണ് ദ എവിടെ ഉപയോഗിക്കണം, എ ആൻ എവിടെ ഉപയോഗിക്കണം, എ ആണെങ്കിലും ആൻ ഉപയോഗിച്ചാലോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ഇസ് എ ആൻ. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എ ആൻ ആണ്. എ ആൻ എന്താണ്? ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എന്താണെന്ന് വെച്ചാൽ നോൺ സ്പെസിഫിക് ആൻഡ് സിംഗുലർ നൗൺസ് എന്ന് വെച്ചാൽ കൃത്യതയില്ലാത്തതും അതുകൂടാതെ സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, സിംഗുലർ നൗണിൻ്റെ എക്സാമ്പിളാണ് വി സോ എ കൈറ്റ് ഫ്ലൈ ബൈ. ഞാനെന്താ കണ്ടത്? ഒരു പട്ടം അല്ലെങ്കിൽ ഒരു കൈറ്റ് പറക്കുന്നതായിട്ട് കണ്ടു. വി സോ എ കൈറ്റ് ഫ്ലൈ ബൈ. ഇവിടെ എന്താണ്? കൈറ്റ് ഒരു സിംഗുലർ നൗണാണ്. സിംഗുലർ നൗൺ ആയ കാരണം നമ്മൾ അവിടെ എ ഉപയോഗിക്കുന്നു. ഓക്കെ, ടോക്സ് അബൌട്ട് എ നോൺ സ്പെസിഫിക് തിങ്. എന്താണെന്ന് വെച്ചാൽ നോൺ സ്പെസിഫിക് കൈറ്റ്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ വിച്ച് കൈറ്റ്, വിച്ച് കളർ, ആരാണ് പറപ്പിച്ചതെന്നൊന്നും അറിയില്ല. നോൺ സ്പെസിഫിക് ആണ്, സിംഗുലർ ആണ്. സോ വി യൂസ് എ കൈറ്റ്. ഓക്കെ, നൗ സിംഗുലർ നൗൺ ഇവിടെ കാണാം. ആൻ ഔൾ ക്യാൻ ടേൺ ഇറ്റ്സ് ഹെഡ് അപ് ടു 270 degrees. ഒരു ഔൾ 270 ഡിഗ്രി അതിൻ്റെ തല തിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇരിക്കുമ്പോൾ ഇങ്ങനെ തിരിയുന്ന കാണുന്നത്. എന്താണ്? ആൻ ഔൾ. ആൻഡ് റെഫേഴ്സ് ടു ആൻ ഔൾ, റെഫേഴ്സ് ടു ആൻ ഔൾ ബട്ട് നോട്ട് എ സ്പെസിഫിക് നൗൾ. ഒരു ഔളിനെ കുറിച്ചല്ല, പൊതുവെ എല്ലാവരെയും കുറിച്ചാണ്. നോൺ സ്പെസിഫിക് ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയാണ് ദ ഉപയോഗിക്കേണ്ടത്. ദ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ദ ഇസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ എന്താണ്? ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആവുമ്പോൾ പോയിന്റ്സ് ടു സ്പെസിഫിക് പെർട്ടിക്കുലർ നൗൺസ്. സ്പെസിഫിക് കൃത്യതയുള്ളതും പെർട്ടിക്കുലർ നൗൺസിനെ കുറിച്ചും. നൗൺസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, നൗൺസ്. ലുക്ക്, ഐ ഫ്ലൂ ദ കൈറ്റ്. നോക്കൂ, ഞാൻ കൈറ്റ് പട്ടം പറപ്പിച്ചത് കണ്ടോ? ദ സെൻറ്റൻസ് റെഫേഴ്സ് ടു എ പെർട്ടിക്കുലർ കൈറ്റ്. പൊതുവായ പട്ടങ്ങളെ കുറിച്ചല്ല, ഒരേ ഒരു കൈറ്റാണ്. അത് ആരാ പറപ്പിച്ചത്? ഞാനാണ് പറപ്പിച്ചത്. സോ സ്പെസിഫിക് ആൻഡ് പെർട്ടിക്കുലർ നൗൺ. ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. The kids help me fly it. The kids help me fly it refers to specific kids. കിഡ്സിനെ കുറിച്ച് ആരാണ് എന്നെ സഹായിച്ചത്? ആ കുട്ടികളാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് ദ കിഡ്സ്. സ്പെസിഫിക് പെർട്ടിക്കുലർ നൗണിനെ കുറിച്ച് പറയുമ്പോഴാണ് ദ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലെ എക്സാമ്പിൾസ്, പലപ്പോഴും പല രീതിയിലും എക്സെപ്ഷണൽ കേസുകൾ വരാറുണ്ട്. ഈ എക്സെപ്ഷണൽ കേസ് എന്തുകൊണ്ട് വരുന്നു, എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇവിടെ നോക്കാം. എ ഇസ് യൂസ്ഡ് വിത്ത് നൗൺ ദാറ്റ് ബിഗിൻ വിത്ത് എ വൗവൽ സൗണ്ട്. വൗവൽ ആണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. വൗവൽ എന്നാണ് ശരിക്കുള്ള ഉച്ചാരണം, വൗവൽ. അപ്പോൾ എ ഇ ഐ ഒ യു അതുപോലെയുള്ള സൗണ്ടിൽ നിന്ന് വരുന്ന വേർഡ്സിന് എ ഉപയോഗിക്കുന്നു. ആദ്യത്തേത് വൗവൽ സൗണ്ട് അല്ല, നോർമൽ ആണ്. എ പേഴ്സൺ. ഓക്കെ, നോർമൽ. പി ആണ്, അതുകൊണ്ട് എ പേഴ്സൺ. എ കാർ. ഓക്കെ, എ ഹാംബർഗർ അല്ലേ? ഹാംബർഗർ. എ യുക്ലേലെ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. YO എന്നാണ് ഉച്ചാരണം വരുന്നത്. യു ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, യു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് YOO, യുക്ലേലെ. അപ്പോൾ നോക്കാം, യുക്ലേലെ യു വെച്ചിട്ടാണ്, YOO എന്നാണ്. അപ്പോൾ യുക്ലേലെ. ഇനി അടുത്ത യൂണിഫോം. യൂണിഫോം യു വെച്ചിട്ടാണ് പ്രൊനൗൺസിയേഷൻ എങ്കിലും ബട്ട് അതിൻ്റെ സൗണ്ട് എന്താണ്? YOO. അതുകൊണ്ടാണ് എ യൂണിഫോം എന്ന് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. എ US ആർമി, ആൻ US ആർമി എന്നല്ല. വൈ? ബിക്കോസ് യു, YOO, യു, ഉച്ചാരണം യു എന്നാ വരുന്നത്. അപ്പോൾ അത് കാരണം എ US ആർമി. ഇനി അതേ സ്ഥാനത്ത് ആൻ എവിടെ വരുന്നത്? ആൻ ഇസ് യൂസ്ഡ് വിത്ത് നൗൺസ് ദാറ്റ് ബിഗിൻ വിത്ത് കൺസണന്റ് സൗണ്ട്സ്. കൺസണന്റ് എന്ന് വെച്ചാൽ AEIOU അല്ലാത്തത് കോൺസണൻസ് ആണ്. അപ്പോൾ ആൻ എപ്പിക് ഇ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഓബ്വിയസ് ആണ് ആൻ വന്നു. ആൻ ആർക്ക്. ഓക്കെ, അതും AEIOU, അതുകൊണ്ട് ആൻ ആർക്ക്.
an order, an order, AEIOU, an order, order, okay, an honor, H ആണ് ഇത്, ഹോണർ എന്നല്ല പറയാ, ഓണർ എന്നാ പറയാ, OH, അതുകൊണ്ടാണ് an honor, okay, an SOS, ES എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, അതുകൊണ്ടാണ് an. SOS എന്താണ്? ഷിപ്പുകളിലൊക്കെ മുങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെയൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഷിപ്പ് എന്താ പറയുക എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അടുത്തുള്ള ഷിപ്പുകളെ അറിയിക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് SOS, സേവ് അവർ സോൾ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് ആ ആൻ SOS. ഓക്കെ, ആൻ എയർലൂം, എയർലൂം അല്ല, എച്ച് അല്ല, ഹെയർലൂം എന്നല്ല, എയർലൂം എന്നാണ്. അതുകൊണ്ട് ഇവിടെ അതിന് ആൻഡ് വെച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ദയിലേക്ക് കിടക്കാം. ദ എന്താണ്? ഡെഫിനിറ്റീവ് ആർട്ടിക്കിൾ വിത്ത് സെക്കൻഡ് മെൻഷൻ ഓഫ് എ നൗൺ. സെക്കൻഡ് മെൻഷൻ ആദ്യം ഉപയോഗിച്ചപ്പോൾ ഞാൻ പറയാം, ഇവിടെ കൃത്യമായി ഞാൻ അത് വിവരിച്ചു തരാം. ലിലി ലവ്സ് ഹെർ കാറ്റ്. ലിലി കാറ്റിനെ കണ്ടമാനം സ്നേഹിക്കുന്നു. ഓക്കെ, ആൻഡ് ഓറഞ്ച് കൈറ്റ്, ഓറഞ്ച് കൈറ്റും ഇഷ്ടമാണ്. വെൻ ദ കാറ്റ് ടോർ ദ കൈറ്റ് ഷീ ഗോട്ട് മാഡ് ആൻഡ് ക്രൈഡ്. ഇവിടെ നോക്കുക, ആദ്യത്തെ പ്രാവശ്യം കാറ്റിനെ പരിചയപ്പെടുത്തി, ഓറഞ്ച് കൈറ്റിനെ പരിചയപ്പെടുത്തി എന്ന് വെച്ചാൽ ഓൾറെഡി അറിയാം. സെക്കൻഡ് റെഫറൻസ് വന്നു, ഇതേ സെൻറ്റൻസിൽ വീണ്ടും അത് എടുത്തു പറഞ്ഞപ്പോൾ ദ ഉപയോഗിച്ചു. അപ്പോൾ കൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ദ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ എന്താണ്? ദിസ് ബിക്കംസ് ഡെഫിനിറ്റ്. കൃത്യതയുണ്ട്. ആദ്യം ആ ലില്ലി എന്ന് പറഞ്ഞ കുട്ടി പൂച്ചേനെയും ആ പട്ടത്തിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. എന്താ സംഭവിച്ചേ? ആ പൂച്ച പട്ടത്തിനെ കീറിക്കളഞ്ഞു. സെക്കൻഡ് റെഫറൻസ്. അപ്പോൾ സെക്കൻഡ് റെഫറൻസ് വരുമ്പോൾ ദ ആണ് ഉപയോഗിക്കുക, സംശയം വേണ്ട. ഡെഫിനിറ്റ്. ഫസ്റ്റ് ചാൻസിൽ പറഞ്ഞാൽ വേണമെങ്കിൽ എയും ആനും ഉപയോഗിക്കാം. സെക്കൻഡ് റെഫറൻസ് പറയുമ്പോൾ അത് ഷുവറായി അതിനെക്കുറിച്ച് പറയുന്നു, ദ ഉപയോഗിക്കാം. ഓക്കെ, നൗ ദിസ് ഈസ് യൂസ്ഡ് വിത്ത് നോൺ കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ അല്ലാത്ത നൗൺസിൻ്റെ കൂടെ, എണ്ണാൻ പറ്റാത്ത നൗൺസിൻ്റെ കൂടെ നമുക്കിത് ഉപയോഗിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഐഡിയാസ്, നമ്മുടെ ഐഡിയകൾ. ക്വാളിറ്റി നമുക്ക് എണ്ണാൻ പറ്റില്ല. തിങ്സ്, ചില സാധനങ്ങൾ നമുക്ക് എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ്. അതിനൊപ്പം ദ ഉപയോഗിക്കുന്നു. ഹീ സ്റ്റോൾ ദ മണി എന്ന് വെച്ചാൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അത് എണ്ണിയിട്ടുണ്ടായില്ല, ആള് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഹീ സ്റ്റോൾ ദ മണി ഫ്രം മീ. എത്ര ആണെന്ന് ആൾക്ക് നിശ്ചയമില്ല, അതുകൊണ്ട് കൃത്യതയില്ല, അതുകൊണ്ട് ഹീ സ്റ്റോൾ ദ മണി എന്ന് പറയുന്നു. ഓക്കെ, റിഫേഴ്സ് ടു എ പർട്ടിക്കുലർ മണി. ഹീ സ്റ്റോൾ മണി ഫ്രം മീ. നോൺ സ്പെസിഫിക്. നോക്കൂ, അപ്പോൾ നോൺ സ്പെസിഫിക്, ഹി സ്റ്റോൾ മണി ഫ്രം മീ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയില്ല എത്രയാണെന്ന്, പക്ഷെ കുറച്ച് എമൗണ്ട് ഉണ്ട്, അത് നോൺ സ്പെസിഫിക് ആണ്, അതുകൊണ്ട് ആർട്ടിക്കിൾ വേണ്ട. പക്ഷെ സ്പെസിഫിക് ആണ് എങ്കിൽ ഹി സ്റ്റോൾ ദ മണി ഫ്രം മീ. സ്പെസിഫിക് ആണെങ്കിൽ ഹി സ്റ്റോൾ ദ മണി, നോൺ സ്പെസിഫിക് ആണെങ്കിൽ ഹീസ് വിത്തൗട്ട് ആർട്ടിക്കിൾ, നോ ആർട്ടിക്കിൾ ഇസ് റീഡഡ്, ഹി സ്റ്റോൾ മണി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കാം. നോൺ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കുന്നത്? ഹി സ്റ്റോൾ എ മണി ഫ്രം മീ. ജോയിൻ ഐ ആൻ വിത്ത് കൗണ്ടബിൾ നൗൺ ആൻഡ് ഡിഫൈൻ നോൺ കൗണ്ടബിൾ നൗൺസ്. എന്ന് വെച്ചാൽ ഹി സ്റ്റോൾ എ മണി ഫ്രം മീ എന്ന ഉപയോഗം തെറ്റാണ്. ഹി സ്റ്റോൾ എ മണി. എന്താ കാരണം? നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? കൗണ്ടബിൾ ആണ്. ഹി സ്റ്റോൾ എ മണി. ഇത് മണി എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ഉദ്ദേശം പറയുന്നില്ല. അപ്പോൾ അവിടെ എ മണി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹി സ്റ്റോൾ 1 rupee. ഓക്കെ, ഹി സ്റ്റോൾ 10 rupees ഒക്കെ കൗണ്ടബിൾ ആണ്. ഇത് നോൺ സ്പെസിഫിക് കാറ്റഗറിയിലാണ്. ഓർക്കണം, നോൺ സ്പെസിഫിക് കാറ്റഗറി ആണ്. സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മണി എന്താണ്? സിംഗുലർ നൗൺ അല്ല, ജനറലൈസ്ഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഹി സ്റ്റോൾ എ ബാഗ് ഓഫ് മണി. അത് കൃത്യമായിട്ട് ഒരു എന്താ പറയുക കോഡീകരിച്ച് ഒരേ ക്വാണ്ടിറ്റിയിൽ പറയുന്നതാണ്. ഹി സ്റ്റോൾ എ ബാഗ് ഓഫ് മണി ഫ്രം മീ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യതയുണ്ട്. ഒരു
പണച്ചാക്കോ അല്ലെങ്കിൽ ഒരു ബാഗ്, ഒരു സഞ്ചി നിറയെ കാശ് എൻ്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഹി സ്റ്റോൾ എ ബാഗ് ഓഫ് മണി ഫ്രം മീ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ദ ആൻഡ് എ ആൻഡ് ആൻ. ദ ആണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, പോയിന്റ്സ് ടു എ സ്പെസിഫിക് ആൻഡ് പെർട്ടിക്കുലർ നൗൺ. എ ആൻഡ് ആൻ ആണെങ്കിൽ ഡിഫൈൻസ് എ നോൺ സ്പെസിഫിക് ആൻഡ് സിംഗുലർ നൗൺ. മറക്കരുത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ഗ്രാമർ, ഇംഗ്ലീഷ് രീതിയിലുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് us. താങ്ക് യു.